ഹായ് ഹലോ എവ്രി വൺ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒറ്റയ്ക്കൊരു മൂവി കാണാനായിട്ട് പോവാന്ന്. എൻ്റെ ഇങ്ങനെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഒറ്റയ്ക്ക് പോയിട്ട് ഒരു മൂവി കാണണം എന്നുള്ളത്. വലിയ സംഭവം എന്നല്ല, കാരണം ഒത്തിരി പേര് അങ്ങനെ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. നമുക്ക് ഓഫ് സീസണാണ്, പോക്കൊക്കെ ഇപ്പോൾ കുറവാണ്. അപ്പോൾ എനിക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന മൂവിയാണ് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഡി സീറേ എന്ന് പറഞ്ഞത്. അതൊരു ഹൊറർ മൂവിയാണ്. എനിക്കറിയില്ല, കാരണം പണ്ട് തുടങ്ങി പ്രേതങ്ങളെ ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ എങ്ങനെ അതിരുന്ന് കാണും, ഒറ്റയ്ക്ക് അപ്പുറത്ത് ഒരാളില്ലാണ്ട് ഞാൻ എങ്ങനെ ഇരുന്ന് കാണാൻ പോകണമെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഞാൻ ഭാഗ്യത്തിന് ഉച്ചയ്ക്കാണ് 2:30 ഷോയ്ക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്, ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. രാവിലെ ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിയിലാണ്. ഭയങ്കര പേടിക്കും, പിന്നെ നമ്മളെങ്ങനെ രാത്രി തിരിച്ചു പോകുമെന്ന് അറിയില്ല, അങ്ങനത്തെ രീതിയിലുള്ള റിവ്യൂസൊക്കെയാണ് ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും ടെൻഷനായി, അയ്യോ എങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കാണും എന്നുള്ളത്. അപ്പം എന്തായാലും പോയി നോക്കാം. എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ വൈദ്യുതി ഇറങ്ങിപ്പോയോ. എനിക്ക് എൻ്റെ റിഫ്ലെക്സ് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളാണ് ഞാൻ. ഒച്ചയെടുക്കും, അങ്ങനെ എല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ ലാസ്റ്റ് കണ്ട മൂവി നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. നൈറ്റ് റൈഡേഴ്സ് നല്ല മൂവിയാണ്, കാണാത്തവരൊക്കെ കാണാൻ നല്ല മൂവിയാണ്, നല്ലൊരു എൻ്റർടൈനർ. അപ്പോൾ അതിലിങ്ങനെ അടുക്കി വരുന്ന പ്രേതമില്ലേ, അതുവരെ ഞാൻ കണ്ടിട്ട് ഒച്ചെടുത്ത ആളാണ്, പേടിച്ച ആളാണ്. അപ്പോൾ ഇതെനിക്ക് എങ്ങനെയാണ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം, ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇറങ്ങുവാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ തന്നെ ഇൻസ്റ്റ തുറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിവ്യൂ വരണേ, ഭയങ്കരമായിട്ടും ഹോണ്ട് ചെയ്യും, നല്ല പേടിക്കുന്ന മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഭൂതകാലം ഒറ്റയ്ക്ക് വീട്ടിലിരുന്നിട്ട് ഒറ്റയ്ക്ക് കണ്ടതാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ മൂവിയാണ്, അതുപോലെ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് പോയി നോക്കാം. അപ്പോൾ 2:30 ഷോ, ഇറങ്ങുവാണ്. അപ്പോൾ ഞാൻ നല്ല കാവടി തുള്ളി പോവാണ്. ട്രാജഡി ആവുമെന്ന് എനിക്കറിയില്ല. ചില ഫണ്ടൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ശരിക്കും പ്രേത പേടിയാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള പ്രേതപ്പടം കേട്ടാൽ നിങ്ങൾ ശരിക്കും ആകാശഗംഗയാണ്. ആകാശഗംഗയിലെ മഴയായി ആ പാട്ട് കേട്ടാൽ ഞാൻ അപ്പോൾ ഓടി അമ്മയുടെ അടുത്ത് ചെല്ലും. കുറച്ചാൾ മുമ്പ് വരെ അമ്മേനെ പേടിപ്പിക്കാൻ വേണ്ടി പാടിക്കൊണ്ടിരുന്ന സോങ് അതാണ്. ഇപ്പോൾ പക്ഷെ ഇപ്പോഴും പേടിയാണെങ്കിൽ ഞാൻ എന്തായതുകൊണ്ട് വലിയ കാര്യമായിട്ട് അത് കാണിക്കില്ല. സോ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. Let me challenge myself. ഗവേഷണങ്ങൾ അനുസരിച്ച് പുകവലി ഉപേക്ഷിച്ച് 20 മിനിറ്റിന് പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഞാനപ്പോൾ മൂവി കണ്ടു. എന്നിട്ടിവിടെ നമ്മളുടെ അടുത്ത് തന്നെ കോട്ടപ്പുറം സ്ട്രീറ്റ്സിൽ ചുമ്മാ വന്നിരുന്നതാണ്. അപ്പോൾ ബ്രേക്കിന് സോങ്ങൊക്കെ ഉണ്ടായിരുന്നത് നമ്മളുടെ പഴന്തമിഴ് പാട്ടിഴയും, പിന്നെ നിഴലായി, അങ്ങനത്തെ സോങ്ങൊക്കെ അവർ വെച്ചിരുന്നത്. ഞാനിപ്പോൾ മൂവിക്ക് പോയത് നമ്മളുടെ ലക്ഷ്മി സിനിമാസിലാണ്, കൊടുങ്ങല്ലൂരുള്ള. വീട്ടിലായതുകൊണ്ട് എനിക്ക് അവിടെ കുറച്ചും കൂടി അടുത്ത്. അപ്പോൾ അവിടെ കുറച്ച് വെയിലായിരുന്നു, ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയിരുന്നു. ഇനി നമ്മൾക്ക് മൂവിനെ പറ്റി പറയാം. അപ്പോൾ മൂവി ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. പേടിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് പറയാൻ തോന്നിയത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് മൂവി. പിന്നെ സൗണ്ട് എഫക്ട്സ് ഒരു രക്ഷയില്ല. അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയാലും സൗണ്ട് എഫക്ട്സ് ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി. അത് തന്നെ നമ്മളെ കുറച്ചിങ്ങനെ പേടിപ്പിക്കും, ആ രീതിയിലാക്കും. സ്റ്റോറിയൊക്കെ എനിക്ക് ഇഷ്ടമായി. ആൻഡ് പ്രണവിന് അതിൽ കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ നല്ല അഭിനയം, ഭയങ്കര അഭിനയം, നല്ല മൂവിയാണ്. എനിക്ക് തോന്നുന്നു മസ്റ്റ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ട് നോക്കാം.
പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഇപ്പോൾ തിയേറ്റേഴ്സിലൊക്കെ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു ഈ കമൻ്റ് അടിക്കൽ. അതായത് സ്ക്രീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീൻസിനെ പറ്റി ബാക്കിലിരുന്ന് ഇങ്ങനെ കമൻ്റ് അടിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മൂവിക്ക് അത് കൂടുതലായിരുന്നു. ഇപ്പോൾ ഈ ഏരിയയിൽ കൊടുങ്ങല്ലൂർ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കൊച്ചിയിലും സെയിം എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ നമ്മളുടെ പ്രണവ് രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവർ പറയാം എണീക്കടാ ചായ കുടിക്കടാ, ഇതേ പരിപാടി അവിടെ നടക്കണ കാര്യങ്ങൾ ഇവരിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ പേടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവർ തന്നെ കണ്ടെത്തി ഐഡിയ ആണോ? പക്ഷെ അല്ല, ഇപ്പോൾ സ്ഥിരമാണ്. ഭയങ്കര മോശമാണ്, ഭയങ്കര കേൾക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്യാണ്ടിരിക്കുക. ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇപ്പോൾ പോകുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ ചെയ്യാൻ തോന്നുക. പക്ഷേ എല്ലാവരും കാശ് കൊടുത്തിട്ട് തന്നെയാണ് സിനിമ കാണാനായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പ്ലീസ് ചെയ്യാണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു തിയേറ്റേഴ്സ് ഒരു ഡിസ്ക്ലൈമർ പോലെ കൊടുക്കുക, ശരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ തിയേറ്റേഴ്സ് ഒരു ഡിസ്ക്ലൈമറൊക്കെ പോലെ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും കൊടുക്കാനൊക്കെ നോക്കുക. മിക്ക തിയേറ്റേഴ്സിലുണ്ട് അത്, പക്ഷേ അതൊരു കുറ്റകൃത്യമാണെന്ന് മനസ്സിലാവുന്നില്ല. ലൈക്ക് തിയേറ്റർ എൻറ്റിക്യൂട്ട് അല്ലെങ്കിൽ തിയേറ്റർ മാനേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ചെയ്യാണ്ടിരിക്കുക, എല്ലാവരും എൻജോയ് ചെയ്യട്ടെ, എല്ലാവരും കാണാൻ വന്നേക്കുന്നതല്ലേ. ദാറ്റ്സ് ഇറ്റ്. മൂവി അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ബൈ. പിന്നെ എനിക്ക് ഇത് ഇഷ്ടമായിട്ട് ഈ പരിപാടി ഒറ്റയ്ക്ക് മൂവി കാണാൻ വരലൊക്കെ എനിക്കിഷ്ടമായി. കൊള്ളാം, പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാം.